സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വകുപ്പിൽ? കാരണം ഒരുപാട് സാധ്യതകളുള്ള രണ്ട് വകുപ്പുകളും ഒരുപാട് സാധ്യതയുള്ളതാണ്. അതെ, രണ്ട് വകുപ്പുകൂടെ ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല സന്തോഷം. കാരണം ഇത് രണ്ടും ഒരുപോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കേരളത്തിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ടൂറിസമാണ്. അതേസമയം സാംസ്കാരിക പ്രവർത്തനങ്ങളും ടൂറിസവുമായിട്ട് ക്ലബ് ചെയ്താൽ അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ കൊല്ലം തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കടലുണ്ട്, കായലുണ്ട്, വനമേഖലയുണ്ട്, അപ്പം ബീച്ചുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഉള്ള അതിനെല്ലാം സംയോജിപ്പിക്കുന്ന ഒരു പോളിസി, കൂടുതൽ ജനകീയമായി ആളുകളെ ടൂറിസത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഒരുപാട് ഇപ്പോൾ കാരവാൻ ടൂറിസം ഉൾപ്പെടെ അല്ലെങ്കിൽ ബീച്ചിന് സൈഡിലൊരു അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെ പല സാധനങ്ങളും കൊണ്ടുവന്നു. പക്ഷേ അതൊക്കെ പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അത്തരം പദ്ധതികളൊക്കെ പരിഷ്കരിക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതെ, എങ്ങനെയാണ് അതിന് കൂടുതൽ ജനകീയമാക്കി? ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ സാംസ്കാരിക കേന്ദ്രം, ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രം, പക്ഷെ നമ്മൾ അത് ആരംഭിക്കുമ്പോൾ ഉണ്ടാകിയ ഒരു തലത്തിലേക്ക് അതിപ്പോഴും വന്നിട്ടില്ല. ഇവിടെ 300 കോടിയുടെ മൂല്യമുള്ള ചിത്രങ്ങളുള്ള എ രാമേന്ദ്രൻ ആർട്ട് ഗാലറി ഉണ്ട്. ഇവിടെ അതിനകത്തിരിക്കുന്ന ചിത്രങ്ങളുടെ 300 കോടിയാണ്. പക്ഷേ എത്ര പേര് ഇത് അറിയുന്നു, എത്ര പേര് ഇവിടെ വരുന്നു? അപ്പോൾ അതിനെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് തന്നെ കുറച്ചും കൂടി കലാകാരന്മാർക്ക് പ്രയോജനകരമാകുന്ന രൂപത്തിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ കലാകാരന്മാർക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇത് പ്രയോജനപ്പെടുന്നില്ല ഈ സാംസ്കാരിക കേന്ദ്രം. അപ്പോൾ ആ നിലയിൽ അത് പുനരാലോചന നടത്തും. ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും നിരവധിയായുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗൗരവകരമായൊരു ഇടപെടൽ ഈ സിനിമാ സംഘടനകളുമായിട്ട് എന്തായാലും അടുത്ത ആഴ്ച തന്നെ അവരുമായിട്ടുള്ള ഒരു ചർച്ചകൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കേൾക്കും. അപ്പോൾ അവർ പ്രശ്നങ്ങൾ അവർ പറയട്ടെ, കേട്ടിട്ട് അതിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താം. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ ചലച്ചിത്ര സംഘടനകളുമായിട്ട് മാത്രമല്ല, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിപ്രായം നൽകാൻ കഴിയുന്ന എല്ലാവരുടെയും അഭിപ്രായം എടുക്കും, സംഘടന മാത്രമല്ല. എന്തായാലും വിപുലമായ മാറ്റം സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് പി സി വിഷ്ണുനാഥ് പറയുന്നത്. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ.